വചനം 203. വദ്കുറുല്ലാഹ, അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യുവീൻ. ഫീ അയ്യാമിൻ, ചില ദിവസങ്ങളിൽ. മഅദൂദാത്തിൻ, എണ്ണപ്പെട്ട. ഫമൻ, എന്നാൽ ആരെങ്കിലും. തഅജ്ജല, ധൃതിപ്പെട്ടുവെങ്കിൽ. ഫീ യൗമൈനി, 2 ദിവസങ്ങളിൽ. ഫലാ ഇസ്മ, എന്നാൽ കുറ്റമില്ല. അലൈഹി, അവൻ്റെ മേൽ. വമൻ തഅഖറ, ആരെങ്കിലും പിന്തി നിന്നാൽ, താമസിച്ചെങ്കിൽ. ഫലാ ഇസ്മ അലൈഹി, എന്നാൽ അവൻ്റെ മേൽ കുറ്റമില്ല. ലിമനിത്തഖാ, സൂക്ഷിക്കുന്നവർക്ക്. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. വഅലമു, അറിയുകയും ചെയ്യുവിൻ. ഇന്നക്കും, നിങ്ങളാകുന്നു എന്ന്. ഇലൈഹി തുഹ്ശറൂൻ, അവനിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന്. واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون. എണ്ണപ്പെട്ട അല്പം ചില ദിവസങ്ങളിലും നിങ്ങൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊള്ളുവീൻ. എന്നാൽ ആരെങ്കിലും 2 ദിവസം കൊണ്ട് ധൃതിപ്പെട്ടു പോരുന്ന പക്ഷം അവൻ്റെ മേൽ കുറ്റമില്ല. ആരെങ്കിലും പിന്തി നിന്നാൽ അവൻ്റെ മേലും കുറ്റമില്ല. അതെ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക്, അഥവാ അവർക്കാണ് ഇപ്പറഞ്ഞത്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും നിങ്ങൾ അവങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊള്ളുകയും ചെയ്യുവീൻ. വചനം 203 വിശദീകരണം. അയ്യാമി മാദൂദാത്ത് അഥവാ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ കൊണ്ട് ഇവിടെ ഉദ്ദേശം വലിയ പെരുന്നാൾ ദിവസത്തെ തുടർന്നുള്ള 3 ദിവസങ്ങളാകുന്നു. അതായത് അയ്യാമുത്ത് തശ്രീഖ് എന്ന് പറയപ്പെടുന്ന ദുൽഹജ്ജ് 11, 12, 13 തീയതികൾ. ഈ ദിവസങ്ങളിൽ പ്രത്യേകം അള്ളാഹുവിൻ്റെ ദിക്ർ അഥവാ സ്മരണ വേണ്ടതുണ്ടെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ദിവസങ്ങളിൽ നമസ്കാരങ്ങൾക്കു ശേഷവും ജംറകളിൽ എറിയുമ്പോഴും ബലിമൃഗങ്ങളെ അറുക്കുമ്പോഴും മറ്റും തക്ബീർ ചൊല്ലുന്നത് സുന്നത്താക്കപ്പെട്ടിരിക്കുന്നതും. അടിക്കുറിപ്പ്: മിനായിൽ വെച്ച് 3 പ്രത്യേക സ്ഥലങ്ങളിൽ 7 പ്രാവശ്യം കല്ലെറിയേണ്ടതുണ്ടല്ലോ. ആ സ്ഥലങ്ങൾക്കാണ് ജംറകൾ എന്ന് പറയുന്നത്. വിശദീകരണം തുടരുന്നു. അയ്യാമുത്ത് തശ്രീഖ് തിന്നുവാനും കുടിക്കുവാനും ദിക്റിനുമുള്ള ദിവസങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തിട്ടുമുണ്ട്. മുസ്ലിം. ഈ ദിവസങ്ങളിൽ ഹാജിമാർ മിനായിൽ താമസിച്ചുകൊണ്ട് ജംറകളിൽ കല്ലേറ് നടത്തേണ്ടതുണ്ട്. എന്നാൽ 2 ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കി 2-ാം ദിവസം അവിടെ വിട്ടുപോരുന്നതിനും 3 ദിവസം നിന്ന് 3-ാം ദിവസം പോരുന്നതിനും വിരോധമില്ലെന്നും അള്ളാഹു അറിയിക്കുന്നു. 3-ാം ദിവസം പോരുന്നതാണ് നല്ലതെങ്കിലും 2ഉം ആവാമെന്ന് സാരം. 2ഓ 3ഓ ദിവസമെന്നുള്ളതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഭയഭക്തിക്കും സൂക്ഷ്മതക്കുമാണെന്നും 2ഉം സ്വന്തം സ്വാർത്ഥങ്ങളെ മുൻനിർത്തിയാകരുതെന്നും ഉണർത്തുന്നു. അവസാനം മുമ്പ് പലപ്പോഴും കണ്ടതുപോലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും എല്ലാവരും അവസാനം അവൻ്റെ അടുക്കൽ തിരിച്ചു ചെല്ലേണ്ടി വരുമെന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണമെന്നും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.